പാസ്റ്ററിനും പ്രതിനിധിയായിരിക്കുന്ന ഏവർക്കും UAPS അണ്ടർസ്കോർ മെമ്പേഴ്സും വേഗം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട്. അളവിന്റെ ദൈവഭക്തി മുറുകെ പിടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഊസ് ദേശക്കാരനായിരുന്നു ഇയ്യോബ്. ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: നീതിമാൻ, ദൈവഭക്തൻ, ദോഷപ്പെട്ട അകലുന്നവൻ, സമാധാനപ്രിയൻ. ഇയ്യോബിന് 10 മക്കളും ധാരാളം മൃഗസമ്പത്തും അനേകം ദാസജനങ്ങളും ഉണ്ടായിരുന്നു. അവരൊത്തുകൂടിയിരുന്ന് പലപ്പോഴും ഭക്ഷണം കഴിക്കുക പതിവായിരുന്നു. അങ്ങനെ ഇയ്യോബ് വളരെ സന്തോഷവാനായിട്ട് ജീവിച്ചു. പക്ഷേ ഇയ്യോബിന്റെ മക്കൾ ഏതെങ്കിലും വിധത്തിൽ പാപം ചെയ്ത് ദൈവത്തെ ധരിച്ചു പറഞ്ഞിരിക്കാമെന്ന് വെച്ച് ഹോമയാഗങ്ങളെ കഴിക്കുക പതിവായിരുന്നു. അങ്ങനെ വളരെ സന്തോഷവാനായിട്ട് ദൈവത്തെ പാടി മകത്തപ്പെടുത്തി. ആനന്ദമാനന്ദമേ ക്രിസ്ത്യ ജീവിതമാനന്ദമേ, ആനന്ദമാനന്ദമേ ഇത് സൗഭാഗ്യ ജീവിതമേ, ഇത് സൗഭാഗ്യ ജീവിതമേ. ഇയ്യോബിന് ദൈവത്തോടുള്ള അളവറ്റ ഭക്തിയെ കണ്ടിട്ട് സാധാരണ ആഗ്രഹം ഇയ്യോബിനെ കൊണ്ട് ദൈവത്തെ തള്ളി പറയണമെന്ന്. അങ്ങനെ എനിക്ക് ഒരു ദിവസം ദൈവഭക്തന്മാർ യഹോവയുടെ സ്ഥലത്ത് നിൽപ്പാൻ ചെന്ന സമയത്ത് സാത്താൻ ഒപ്പം ചെന്നു. ദൈവത്തോട് തന്റെ ആവശ്യം ഉന്നയിച്ചു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക. അതിന് ദൈവം, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. പിറ്റേന്ന് അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആ വാർത്ത എത്തിയത്. തന്റെ മൃഗസമ്പത്തും ദാസജനങ്ങളും നഷ്ടപ്പെട്ടു. ഇയ്യോബ് ഏറെ വിഷമിതനായി. ഇപ്രകാരമാണ്: എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. പെട്ടെന്നാണ് തന്റെ പ്രിയ മകളും മരിച്ചു എന്നുള്ള വാർത്ത എത്തിയത്. ഇയ്യോബിനെ ആകെ തളർത്തിക്കളഞ്ഞു. പക്ഷേ എങ്കിലും ദൈവത്തോട് തന്റെ അളവറ്റ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് നിത്യതയുടെ പോർപ്പുലയിൽ കാണാൻ തന്റെ ശുഭപ്രതീക്ഷയോടുകൂടി ഈ പ്രകാരം: ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചെന്നാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ താതന്റെ സന്നിധം ചേർന്നാൽ മതി. പക്ഷേ ഇതിലൊന്നിലും ഇയ്യോബിനെ കൊണ്ട് ദൈവത്തെ തള്ളി പറയിക്കുവാനോ ദൈവത്തോടുള്ള ഭക്തിയെ ഇല്ലാതാക്കുവാനോ സാത്താന് കഴിഞ്ഞില്ല. സാത്താൻ ദൈവത്തോട് തന്റെ അടുത്ത ആവശ്യം ഉന്നയിച്ചു. തൃക്കൈ നീട്ടി അവന്റെ അസ്ഥികളെയും മാംസങ്ങളെയും ഒന്ന് തൊടുക. അതിന് ദൈവം, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. പക്ഷേ അവന്റെ പ്രാണനെ മാത്രം നീ തൊടരുത്. ഈ സമയം ഈ പ്രകാരം പാടി: കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജ സിംഹനമോർത്തിടുമ്പോൾ തൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഇയ്യോബിന്റെ ശരീരം ആകെ പരിക്കളാൽ നിറഞ്ഞു. അവൻ തന്നെത്താൻ ഒരു ഓട്ട് കഷ്ടപ്പെട്ട് ചുരുണ്ടി ചാരത്തിലെത്തി. ഈ സമയം തന്റെ പ്രിയ ഭാര്യ അവനോട് പറഞ്ഞു: ഇനിയും നിങ്ങൾ നിന്റെ വിശ്വാസം മുറുകെ പിടിക്കുന്നത് എന്തിന്? തിരിച്ചു പറഞ്ഞ് മരിച്ചുവാണ്. പക്ഷേ ഇതിലൊന്നിലും ഇയ്യോബ് തന്റെ അതരങ്ങളാൽ പാപം ചെയ്തില്ല. പകരം പ്രകാരം പാടി: പ്രിയരെല്ലാം കൈവിടുമ്പോൾ, പ്രതികൂലമായി മാറിയിടുമ്പോൾ, പ്രിയരെല്ലാം കൈവിടുമ്പോൾ, പ്രതികൂലമായി മാറിയിടുമ്പോൾ, പ്രാണപ്രിയായി ഇടയതും പ്രാണിയെ നീയും കൈവിടല്ലേ, പ്രാണപ്രിയായി ഇടയതും പ്രാണിയെ നീയും കൈവിടല്ലേ. ഇയ്യോബിനെ ഭവിച്ച് ഈ കഷ്ടതകളെല്ലാം അറിഞ്ഞ് തന്റെ 3 സ്നേഹിതന്മാർ അവനെ കാണുവാനായി. അവനെ ആശ്വസിപ്പാനും അവൻ ദുഃഖത്തിൽ പങ്കുചേരാനുമായി. അവർ 7 രാപ്പകൽ അവനോട് കൂടെ താമസിച്ചു. ദൈവത്തെ നിന്ദിക്കുവാനും തെച്ചു പറയുവാനും ഇയ്യോബിനെ നിർബന്ധിച്ചു. പക്ഷേ ഇതിലൊന്നിലും ഇയ്യോബിനെ കൊണ്ട് ദൈവത്തെ തെച്ചു പറയുവാൻ അവർക്ക് സാധിച്ചില്ല. ഇയ്യോബ് തന്റെ കരങ്ങളാൽ പരിഹാരം ചെയ്യിച്ച് കരം ഉയർത്തി പ്രകാരം രോഗ
പീഡിച്ചാൽ ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ചാൽ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. അങ്ങനെ എല്ലാവരും അവനെ കാത്തുപ്പി. പക്ഷേ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തു. ആരുമേനിക്കില്ലെന്നു ഞാൻ ഏകനായി തീർന്നു എന്നും, ആരുമേനിക്കില്ലെന്നു ഞാൻ ഏകനായി തീർന്നു എന്നും, മാനസത്തിലാതി കൊണ്ടു ഖേദിപ്പാൻ സാധുവന്തനായി തീർന്നിടല്ലേ ദൈവമേ. ഇയ്യോബിനൊന്നും ദൈവത്തെ തള്ളി പറയാതെ ഇയ്യോബിന്റെ തെറ്റുകളെ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ അനുദപിച്ച് പ്രാർത്ഥിച്ചു. തന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും താൻ മനസ്സിലാക്കി. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, പ്രവൃത്തിയിൽ വല്ലഭൻ, അത്യുന്നതൻ മഹോന്നതൻ, ഉയരങ്ങളിൽ വസിക്കുന്നവൻ, അത്യുന്നതൻ മഹോന്നതൻ, ഉയരങ്ങളിൽ വസിക്കുന്നവൻ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം നൽകി. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. നീയിടും വേളയിൽ നീ എനിക്കേകിടും നന്മ നീരുറവാ. നീയിടും വേളയിൽ നീ എനിക്കേകിടും നന്മ നീരുറവാ. അങ്ങനെ ഇയ്യോബിനുള്ളതൊക്കെയും ദൈവം ഇരട്ടിയായി നൽകി. അവന്റെ മക്കളെ 4 തലമുറ വരെയും കാണാനുള്ള ഭാഗ്യം അവന് നൽകി. അവന്റെ മുൻകാലത്തേക്കാൾ അധികമായി അവന്റെ പിൽക്കാലത്തെ ദൈവം മാനിച്ചു. യഹോവ ഇയ്യോബിന് സകല നന്മകളെയും ഓർത്ത് അവന്റെ ദൈവഭക്തി പ്രകാരം കണ്ടു. ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്ര